ഓർഡർ വരുന്ന സമയത്ത് മിക്കവാറും ബേക്കേഴ്സ് സ്ക്വയർ കേക്ക് സ്കിപ്പ് ചെയ്യാണല്ലേ ചെയ്യുക. ഞാനും അത് നേരമില്ലാത്ത നേരത്തൊക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും അത് റൗണ്ടാക്കി എടുക്കാനൊക്കെ വിചാരിക്കും. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ചെയ്യാൻ. കാരണം കുറച്ച് മെനക്കേടുള്ള പണിയാണല്ലോ. ഇതിനെങ്ങനെ നന്നാക്കിയെടുത്ത് വൃത്തിയാക്കിയെടുത്ത് ഫൈനൽ ലുക്ക് കാണാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഒരു 2 കിലോ കേക്കാണ്, ചോക്ലേറ്റ് സ്പഞ്ചാണ് ഐസിങ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് 10 ഇഞ്ചിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. 2 kg നമുക്കൊരു 9 ഇഞ്ചിൽ ബേക്ക് ചെയ്തെടുത്താലാണ് കറക്റ്റ് ആ ഒരു ഹൈറ്റൊക്കെ കിട്ടുക. പക്ഷെ ഇത് കുറച്ച് പരത്തി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും തീരെ ചേർക്കാത്തൊരു റെസിപ്പിയാണ്. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അടിപൊളി വീഡിയോ ആണ്, പോയി കണ്ടു നോക്ക്. അതേപോലെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഇല്ലാണ്ട് കേക്ക് എങ്ങനെ പൊന്തും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവില്ലേ. പൊന്തി വരും കേട്ടോ, ഒന്ന് പോയി കണ്ടു നോക്ക്, എന്നിട്ട് ചെയ്ത് നോക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക്, സ്ക്വയർ കേക്ക് എപ്പോഴും കട്ട് ചെയ്യുന്ന സമയത്ത് 4 വശങ്ങൾ, 4 കോർണർ ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെക്കുക. ഒരേ ഹൈറ്റും ഇതൊക്കെ നോക്കിയിട്ട് കട്ട് ചെയ്യാം. അതിനുശേഷം മാത്രം കത്തി നമ്മൾ സെൻറ്ററിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ കറക്റ്റ് ആ ഒരു രീതിയിൽ എല്ലാ ഭാഗത്തും ഒരേപോലെ നമുക്ക് വീതിയല്ല, തിക്നെസ്സിൽ നമുക്ക് കേക്ക് കിട്ടും. അല്ലാന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഈ ഒരു കേക്ക് താഴ്ന്നും പൊന്തിയൊക്കെയാണ് കട്ട് ചെയ്ത് കിട്ടിയെന്ന് വെച്ചാൽ ഐസിങ് ചെയ്യുമ്പോഴും അത് വൃത്തികേടായിട്ട് വരും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളത് ഓക്കെ. ഇനി നമ്മൾ ഈ ഒരു ബോർഡ് ക്രം കോട്ട് ചെയ്യുന്നില്ല, ഫൈനൽ കോട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും ക്രംസ് ഉണ്ടെങ്കിൽ അതൊക്കെ തുടച്ച് നീക്കി കൊടുക്കുന്നുണ്ട്. നമ്മളെ റെസിപ്പിക്ക് ക്രംസ് കുറവല്ലേ, അതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലേ. ഇനി നമ്മൾ ഇതൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മിൽക്ക് സിറപ്പാണ് യൂസ് ചെയ്യുന്നത്. മിൽക്ക് സിറപ്പ് എന്താണെന്നും ഒക്കെ നമ്മളെ വീഡിയോസിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടതല്ലേ, അതുകൊണ്ട് പറയുന്നില്ല. ഇനി കേക്കിൻ്റെ ബോർഡ് ചിലപ്പോൾ നീങ്ങി പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അടിയിലൊരു തുണി ഇട്ടിട്ടുണ്ട്. എന്നിട്ടാണ് കേക്ക് ബോർഡ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതുപോലെ പലയിടത്തായിട്ടാണ് ഞാൻ ക്രീം ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് 4 വശങ്ങളാണ് ഇതുപോലെ നീളത്തിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നതിന് ശേഷം മാത്രമാണ് സെൻട്രൽ പാർട്ട് ടച്ച് ചെയ്യുന്നുള്ളൂ. സാധാരണ നമ്മൾ റൗണ്ട് കേക്ക് ചെയ്യുമ്പോൾ നടുഭാഗത്താണ് അല്ലേ ക്രീം ഇട്ടിട്ട് ചെയ്യുന്നത്. ആദ്യം നടുവിലിട്ടിട്ട് അവിടെ നിന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ചുറ്റിലേക്കും കൊണ്ടുവരിക ചെയ്യുക. ഇത് നമ്മൾ സൈഡെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷമാണ് സെൻറ്ററിലോട്ട് പോകുന്നത്. ഈ ഒരു കോണില്ലേ, ആ കോണിൽ ഇതുപോലെ ക്രീം എടുത്തിട്ട് ഇങ്ങനെ ആദ്യം എന്താ പറയുക, ആംഗിളായിട്ട് ഇങ്ങനെ കോൺ എടുത്തിട്ട് വലിച്ചെടുക്കുക. 2 സൈഡിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു കോർണർ അതാണല്ലേ, ആ കോർണറിൽ നമുക്ക് ക്രീം എല്ലായിടത്തും പോലെ വേണം. അവിടെയാണ് നമുക്ക് ക്രീം കറക്റ്റ് കിട്ടാതായി പോവുക. അപ്പോൾ അതിന് ശേഷം വേറൊരു നൈഫ് വെച്ചിട്ട്, അല്ലെങ്കിൽ വീട്ടിൽ മൂർച്ചയില്ലാത്ത അറ്റം കൂർത്തതല്ലാത്ത കത്തി ഉണ്ടെങ്കിൽ അതും മതി കേട്ടോ. ഇതിനായിട്ട് വേറെ വാങ്ങണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതുപോലെ വേറൊരു നൈഫ് വെച്ചിട്ട് ഇതുപോലെ സൈഡൊക്കെ അപ്പം തന്നെ ക്ലിയർ ആക്കി കൊടുക്കാം. അപ്പോഴാണ് നമുക്ക് ക്രം കോട്ടിങ്ങും ഫൈനൽ കോട്ടിങ്ങും ഒരുമിച്ച് ചെയ്യാൻ പറ്റുക. ഇതുപോലെ ചെറിയ ഹോളൊക്കെ കണ്ടില്ലേ, അതൊക്കെ ആ സ്പോട്ടിൽ തന്നെ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അവസാന ഭാഗത്തേക്ക് വെക്കരുത്. ഇതുപോലെ ക്രീമെല്ലാം ഇട്ടിട്ട് ഫസ്റ്റ് ലെയർ തന്നെ ആ ഒരു കോർണറൊക്കെ ഒരു എഡ്ജ് കിട്ടുന്ന രീതിയിൽ തന്നെ ചെയ്ത് വെച്ചതിന് ശേഷം ഫില്ലിങ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡും ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് മാത്രമാണ് ഫില്ലിങ്സ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നെക്സ്റ്റ് ലെയർ വെക്കുന്നുണ്ട് കേട്ടോ. ലെയർ വെച്ചിട്ട് എല്ലാ സൈഡും ഒന്ന് കറക്റ്റ് ഒന്ന് നോക്കാം, എല്ലായിടത്തും ഒരേപോലെയാണ് ആണെന്ന് ഉറപ്പായതിന് ശേഷം മാത്രം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കൈവച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വീണ്ടും ആ സൈഡിലുള്ള ക്രീമുകളൊക്കെ ഒന്ന് നല്ലോണം തേച്ച് ക്രം കോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ റിപ്പീറ്റ് വീണ്ടും സിറപ്പ് ഒഴിക്കുന്നു. നേരത്തെ പോലെ തന്നെ സൈഡിൽ 4 വശത്ത് 3 കട്ടകളായിട്ട് ക്രീം ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ആ ഒരു 4 വശങ്ങളാണ് ഫസ്റ്റ് കണ്ടോ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത്, 4 സൈഡ്. അതിന് ശേഷം മാത്രമാണ് നമ്മൾ സെൻറ്ററിലിട്ടിരിക്കുന്ന ക്രീമിനെ സ്പ്രെഡ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു 4 കോർണറിൽ കണ്ടോ ക്രീം എത്തിയില്ല, അപ്പോൾ അവിടെ ക്രീം എത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രീം എടുക്കുക. ഇതുപോലെ കോർണറിൽ വെച്ചിങ്ങനെ സെൻറ്ററിലോട്ട്, കോർണറിൽ നിന്ന് സെൻറ്ററിലേക്ക് നൈഫ് വലിക്കുക. എന്നിട്ട് 2 വശത്തേക്കും ആക്കി കൊടുക്കുക. ഈ വീഡിയോയിൽ കാണുന്നില്ലേ ഞാൻ ചെയ്യുന്നത്, അതേപോലെ ആക്കി കൊടുക്കാം. എവിടെയൊക്കെയാണോ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നത് അവിടെ അപ്പം തന്നെ കുറച്ച് ക്രീം എടുക്കുക കേട്ടോ, ഒരുപാട് എടുക്കരുതേ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കൊടുക്കാം. ഇനി ആ ഒരു തിക്നെസ് കറക്റ്റായിട്ടുണ്ട്, ക്രീമെല്ലാം മേൽഭാഗത്ത് ഒരുപോലെയാണ് വന്നിരിക്കുന്നത്. അതിന് ശേഷം നമുക്ക് ഇതിനെ ഈ ഒരു സൈഡിലോട്ട് ഇങ്ങനെ പല രീതിയിലല്ലേ ക്രീം നിൽക്കുന്നത്, അതിനൊക്കെ ഒന്ന് താഴത്തേക്ക് ആക്കിയിട്ട് കറക്റ്റ് ചെയ്യാം. നമ്മൾ സാധാരണ റൗണ്ട് കേക്കിൽ ഇതിനെ താഴത്തേക്ക്
ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കലില്ല. എന്താ ചെയ്യുക, അതിനുള്ളിൽ ക്രീം വെച്ചിട്ട് ഫൈനൽ കോട്ട് അങ്ങോട്ട് ചെയ്യുക. പക്ഷേ സ്ക്വയർ കേക്കിൽ ഞാൻ കുറച്ചും കൂടി എഡ്ജ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയല്ല കേട്ടോ, ഇതുപോലെ ക്രീം കോട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആ ഉള്ള ക്രീമിനെ സ്പഞ്ചിൻ്റെ മേലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് എളുപ്പമായിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ കോർണർ എപ്പോഴും ആ ഒരു കോർണർ ശ്രദ്ധിച്ചിട്ട് ആ ഷേപ്പ് കിട്ടുന്ന രീതിയിൽ ഇപ്പോഴേ ഇങ്ങനെ ചെയ്തു തുടങ്ങണേ. അവസാനം കോർണർ സെറ്റ് ചെയ്യുക, ബാക്കി എല്ലായിടത്തും ഐസിങ് ചെയ്ത് കഴിയട്ടെ എന്ന് വിചാരിക്കരുത്. അപ്പോൾ ഇതുപോലെ 4 സൈഡും നമ്മൾ ആ ക്രീം കോട്ടിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മെയിൻ സ്പാച്ചുല വെച്ചിട്ടല്ല ഇത് ചെയ്യുന്നത്, വേറെ സ്പാച്ചുല വെച്ചിട്ടാണ്. കാരണം എന്തെങ്കിലും ഒരു മറ്റേ ചോക്ലേറ്റിൻ്റെ സ്പഞ്ചിൻ്റെ പൊടി കത്തിയിലുണ്ടെങ്കിൽ അത് ഫൈനൽ കോട്ട് ചെയ്യുന്ന സമയത്ത് വൃത്തികേടാവില്ലേ, അതും പുറമെ കാണുമല്ലോ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് മറ്റേ സ്പാച്ചുല ഉണ്ടല്ലോ, വലിയ സ്പാച്ചുല, അതിനെ ഒന്ന് കഴുകിയിട്ടെടുക്കണം, കഴുകി വൃത്തിയാക്കി എടുക്കണം. എപ്പോഴെപ്പോഴും അതൊന്ന് കഴുകുന്നത് നല്ലതാണ് കേട്ടോ. ഇപ്പോൾ കഴുകിയതല്ല കാണിക്കുന്നത്, എപ്പോഴെപ്പോഴും കഴുകുന്നത് നല്ലതാണ് ഫിനിഷിങ് ചെയ്യുന്ന സമയത്ത്. ഇനി നമ്മൾ കുറച്ച് ക്രീം കേട്ടോ, റൗണ്ട് കേക്കിന് എടുക്കുന്ന അത്ര ക്രീം എടുക്കുന്നില്ല. എന്നുവെച്ചാൽ നമ്മൾ സ്ക്രാപ്പർ ഇട്ട് വലിച്ച് അങ്ങനെ എടുത്ത് കൊണ്ടുപോകുന്നൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം വളരെ കുറച്ച് ക്രീം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് അറ്റത്ത് കറക്റ്റ് എത്തുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇപ്പുറത്തുനിന്ന് വന്ന ക്രീമില്ലേ, അതിനെ കൂട്ടിമുട്ടിയിട്ട് ഇപ്പുറത്തെ സൈഡിലുള്ള ക്രീമും കൂടെ കണ്ടോ, അവിടെ ഒരു കുറച്ചൊരു എന്താ പറയുക, പുറത്തേക്ക് നിൽക്കുന്നുണ്ടല്ലേ ക്രീം, അങ്ങനെ പുറത്തേക്ക് നിൽക്കണം. എന്തിനാണെന്ന് വെച്ചാൽ അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് സ്ക്രാപ്പർ ഇട്ട് വലിക്കുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു എഡ്ജിനെ ഷാർപ്പാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് 4 സൈഡിൽ നമ്മൾ അത്യാവശ്യം കുറച്ച് ക്രീം എടുത്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് സ്ക്വയർ കേക്ക് അല്ലേ, അത് നമുക്ക് സ്ക്രാപ്പർ ഇട്ടിട്ട് വലിക്കുന്ന സമയത്ത് എന്താ പറയുക, എല്ലാ സൈഡിലും ഒരുപോലെ കിട്ടണം. റൗണ്ട് കേക്ക് ആവുന്ന സമയത്ത് ഒരൊറ്റ കറക്കിന് എല്ലാ വശവും ടച്ച് ചെയ്യും. പക്ഷേ ഇത് ഓരോ സൈഡ് അങ്ങനെയാണ് വലിക്കുന്നത്. മാത്രമല്ല നിങ്ങളിത് വലിച്ചെടുക്കുന്ന സമയത്ത് ആ കോർണറിലെത്തുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മളോട് കൈ ഇങ്ങനെ ഇപ്പുറത്തെ സൈഡിലേക്കിങ്ങ് ചെരിച്ചു. അങ്ങനെ ചെയ്യരുത്, വലിച്ച് നമ്മളെ നെഞ്ചത്തേക്ക് തന്നെ നേരെ സ്ട്രെയിറ്റ് എടുത്തോളണം കേട്ടോ. ഓക്കെ, അങ്ങനെ ക്രീം എവിടെയൊക്കെയാണോ ഫില്ല് ചെയ്യാൻ വിട്ടുപോയ പോലെ തോന്നുന്നത് അവിടെയൊക്കെ നമ്മൾ ക്രീം ഫില്ല് ചെയ്യുന്നുണ്ട്. കണ്ടോ, അവിടെയൊക്കെ നമ്മൾ ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും കൂടിയിട്ട് ഒരു കർവ് വരരുത്. ആ ഒരു എഡ്ജ് ഉണ്ടല്ലോ കോർണറിൽ, ഒരു കർവ് വരാതിരിക്കുന്ന രീതിയിൽ തന്നെ ചെയ്യണം കേട്ടോ. അതേപോലെ മേൽഭാഗത്തേക്ക് ഇനി ക്രീം ഇടുന്ന സമയത്ത് കൂടുതൽ ക്രീമായി കഴിഞ്ഞാലേ നമ്മൾ പിന്നെ ഏറ്റവും ടോപ്പിലേക്ക് ഇങ്ങനെ അത് വടിച്ചിങ്ങനെ ചേർക്കുന്ന സമയത്ത് അറ്റമൊക്കെ ഒരു ഹമ്പ് കയറിയിട്ടും നടുവിൽ കുറച്ച് താഴ്ന്നിട്ടൊക്കെ ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഏറ്റവും സ്പാച്ചുലേൻ്റെ തുമ്പത്ത് കുറച്ച് ക്രീം എടുത്തിട്ടാണ് ഈ പരിപാടി മൊത്തം ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കാണിച്ചു തരാം. ഈ വീഡിയോ ശരിക്കും ഞാനിങ്ങനെ ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ എടുക്കാൻ ഉദ്ദേശിച്ചത്, ഇങ്ങനെ ആയിരുന്നില്ല. നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ റൗണ്ട് കേക്കിൻ്റെ എടുത്തില്ലേ, വീഡിയോ ചെയ്തില്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അതുപോലെ വിശദമായി പറയണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ നടന്നില്ല കേട്ടോ. എൻ്റെ മോളുണ്ട് എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്, അപ്പോൾ അവളെ കൂടെ നിന്നുകൊണ്ട് ചെയ്യാമെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എത്ര വലിയ ടാസ്ക്കാണെന്നുള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു സ്ക്രാപ്പർ എടുത്തിട്ട് നമ്മളിതുപോലെ വലിച്ചിട്ട് അങ്ങനെ അങ്ങ് വലിച്ചേക്കണം. ചെരിഞ്ഞ് ഇപ്പുറത്തേക്ക് വരരുത്, ഓരോരോ സൈഡ് ഒറ്റ ട്രിപ്പ്, അങ്ങനെ കണ്ടോ, ഒറ്റ വലി നേരെ അങ്ങ് വിട്ടേക്കണേ. എന്നിട്ട് നമ്മൾ വീണ്ടും തെള്ളി നിൽക്കുന്ന ക്രീമിനെ എന്താ പറയുക, വാതിലൊക്കെ അടയ്ക്കുന്ന പോലെ ഇങ്ങനെ സ്ക്രാപ്പറിനകത്തേക്ക് എടുത്തിട്ട് ഇപ്പുറത്തേക്ക് തേച്ച് പിടിപ്പിക്കുന്ന പോലെ അങ്ങ് വലിക്കണം. നോക്കിക്കേ, ഇതാ അമർത്തി, അതായത് കോർണറിലേക്കല്ല പ്രസ് ചെയ്യുന്നത്, ആ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ക്രീമിനെ നമ്മൾ ശരിക്കും ആ കോർണറിൽ സ്ക്രാപ്പർ കൊണ്ടുപോയി വെച്ചിട്ട് ഡോർ അടയ്ക്കുന്ന പോലെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് ഒരൊറ്റ വലിയാണ് കേട്ടോ. അങ്ങനെ വലിക്കണം. ഇനി നമ്മൾ മേൽഭാഗത്തേക്കുള്ളത് ഫിനിഷ് ചെയ്യുകയാണ്, ഷാർപ്പ് എഡ്ജ് ചെയ്യുകയാണ്. എനിക്ക് വലിയ ഷാർപ്പ് എഡ്ജൊന്നും ഞാൻ ശ്രമിക്കലുമില്ല, കിട്ടലുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സെയിം സാധനം തന്നെ ഇങ്ങനെ വൃത്തിയാക്കി ചെയ്താൽ മതി. എനിക്കതിനൊന്നും നേരമില്ലടാ. അപ്പോൾ ഇതുപോലെ ഇതിപ്പോൾ ഈ ഒരു ഫൈനൽ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ സ്പാച്ചുല വെച്ചിട്ട് ഇങ്ങനെ എല്ലായിടത്തും ഒരുപോലെ വലിക്കുന്നത്, ഈ ഒരു ഗ്യാപ്പൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അങ്ങനെയല്ല അടുത്ത് നമ്മൾ കാണിച്ചു തരാം. ഇനി നമുക്ക് ഈ ഒരൊറ്റ വലിക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും എവിടെയൊക്കെയാണ് ക്രീം ഫില്ലാവാത്തത്, എവിടെയൊക്കെ ഹോള് വന്നു, ബബിൾസ് വന്നു എന്നൊക്കെ. അവിടെയൊക്കെ ഒന്ന് ഇത്തിരീശെ
ക്രീം ഇട്ടിട്ട് ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുക. അല്ലാതെ നമ്മൾ ആ സ്പാച്ചുല തന്നെ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് ആ ഒരു ഹോളൊന്നും അടച്ച് തീർക്കാൻ വേണ്ടി ശ്രമിക്കരുത്. അപ്പോൾ കൂടുതൽ വൃത്തികേടാവുകയുള്ളൂ. ഇനി നമ്മൾ ഒന്നും കൂടെ സൈഡൊന്ന് സ്ക്രാപ്പർ ഇട്ട് വലിക്കുന്നുണ്ട്. എഡ്ജ് എത്തുമ്പോൾ നോക്കണേ ഞാൻ എങ്ങോട്ടാണ് വലിക്കുന്നതെന്ന്, സൈഡിലേക്ക് വരുന്നില്ല. കണ്ടോ, ഇത്തവണ നമുക്കിങ്ങനെ ഡോർ അടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ക്രീം പ്രൊജക്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. ആ മേൽഭാഗത്തെ എഡ്ജില്ലേ അത് മാത്രമേ കറക്റ്റ് ചെയ്യാനുള്ളൂ കേട്ടോ. ഇതുപോലെ വലിച്ച് ടക്ക് കഴിഞ്ഞു. അപ്പോൾ കോർണർ സെറ്റായി. കോർണറിലൊക്കെ നമുക്ക് നല്ല ഷാർപ്പായിട്ടുള്ള കോണുകൾ കിട്ടി. ഇനി മേൽഭാഗം അപ്പോൾ സ്പാച്ചിലൊന്ന് കഴുകിയിട്ട് വരാം കേട്ടോ. കഴുകി വന്നിട്ട് നനവ് തുടയ്ക്കുന്നൊന്നുമില്ല കേട്ടോ. ആ നനവോടുകൂടി ഇത് കണ്ടോ, നമ്മൾ ആ ഒരു സൈഡ് വലത് വശത്തെ സൈഡ് എടുക്കുമ്പോൾ ഇപ്പോൾ കാണിച്ച താഴത്തെ ഭാഗത്ത് നമ്മൾ തൊടുന്നില്ല കേട്ടോ. ആദ്യം നമ്മൾ ഈ ഓരോ വലത് ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ മേൽഭാഗത്ത് സ്ക്രാപ്പ് ചെയ്യാം. ഇനി നമ്മൾ കേക്ക് ബോർഡ് ഇപ്പുറത്തേക്ക് തിരിക്കുക. എന്നിട്ട് തിരിച്ചിട്ട് അടിഭാഗത്ത്, നേരത്തെ അടിഭാഗമാണ് ഇപ്പം മേൽഭാഗത്തായിട്ട് അപ്പുറത്തെ സൈഡ് വരുന്നത്. ഇപ്പുറത്തെ സൈഡായ സമയത്ത് തെറ്റിപ്പോയോ? നിങ്ങൾക്ക് കൺഫ്യൂഷനായോ? അതായത് ഉത്തമ, നമ്മൾ ഈ സ്പാച്ചുല ഇട്ടിട്ട് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് നമ്മളെ എന്താ പറയുക, നമ്മളെ ശരീരത്തിൻ്റെ സൈഡിലേക്ക് വരുന്ന കോണിലല്ല ഫസ്റ്റ് വലിക്കേണ്ടത്, ടോപ്പിൽ ഒരു വശത്തിൻ്റെ മേൽഭാഗത്താണ് വലിക്കുന്നത്. അത് വലത് സൈഡിൽ നിന്ന് ആദ്യം എല്ലാ വശവും വലിച്ചതിന് ശേഷം വീണ്ടും ഇടത് സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്കും വലിച്ചു കൊടുക്കുമ്പോൾ അതായത് താഴെയും മേലെയും കറക്റ്റാകും. മനസ്സിലായോ? ഇല്ലെങ്കിൽ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇനി ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇതിപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഒപ്പിക്കാൻ പറ്റുന്നുള്ളൂ. എൻ്റെ കുഞ്ഞൂസ് സമ്മതിക്കുന്നില്ല. ഇവിടെ യുദ്ധം നടക്കുന്നുണ്ട്, നിങ്ങൾ കാണാനിട്ടാണ്. അതുപോലെ ഒരു 1/2 കിലോ റിച്ച് ഗോൾഡിൻ്റെ പാക്കറ്റാണ് നമ്മൾ ക്രീം പൊട്ടിച്ച് ബീറ്റ് ചെയ്തിട്ടുള്ളത്. അത് കറക്റ്റാണ് കേട്ടോ 2 kg. അങ്ങനെ നമ്മൾ ഇത്തിരി ബാക്കി വന്ന ക്രീമിലേക്ക് കുറച്ചും കൂടെ ഒരു പിങ്ക് കളർ ആഡ് ചെയ്തിട്ട് എന്ത് ഡിസൈനാണ് ചെയ്യാമെന്ന് വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ വിചാരിച്ചു നമ്മൾ സാധാരണ ഇങ്ങനെ മേലെ ഇങ്ങനെ എന്താ പറയുക വേവ്സ് പോലെ ചെയ്യൂല, അത് ചെയ്യാനതിന് സ്പാച്ചുല എടുത്ത് കൊണ്ടുപോയത്. പക്ഷേ കേക്കിൻ്റെ മുകളിലെത്തിയപ്പം എനിക്കിങ്ങനെ ചെയ്യാൻ തോന്നി. എന്തൊക്കെയാണ് തോന്നുന്നതെന്ന് ആർക്കറിയാം. അങ്ങനെ ഇത് ചെയ്തിട്ടും എനിക്കൊരു സുഖം കിട്ടിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ സാധാരണ കുറേ ഡിസൈൻ ചെയ്തിട്ടുള്ള സ്ക്രാപ്പറുകൾ വാങ്ങൂലേ, അപ്പോൾ അങ്ങനത്തെ സ്ക്രാപ്പർ നമുക്ക് ഓൺലൈനിൽ വാങ്ങിച്ചാണ് കേട്ടോ ഞാനിത്. ഇതിൻ്റെ പൈസ എത്രയാണെന്നും ലിങ്കൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്, എനിക്ക് ഓർമ്മയില്ല, കുറേ ആയി വാങ്ങിയിട്ട്. അപ്പോൾ ഇതിലേത് സൈഡ് എടുക്കണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ വലിക്കാൻ നോക്കി. വേണ്ട, ഇങ്ങനെ തന്നെ നമുക്ക് വലിച്ചെടുത്ത് നോക്കാം, എന്താവും നോക്കാമല്ലോ. ഒരു സുഖം കിട്ടിയില്ല കേട്ടോ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ തിരിച്ചു പിടിച്ച് മറ്റേ സൈഡിൽ വേറെ ഡിസൈനാണല്ലോ, അപ്പോൾ എന്നിട്ട് ഇങ്ങനെയാക്കി നോക്കി. ഇത് കൊള്ളാം. അപ്പോൾ പിന്നെ അതായി ഡിസൈൻ. അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ അതെനിക്കിഷ്ടമായി കേട്ടോ, ഇതെനിക്കിഷ്ടമായി, സെറ്റായി. ഇനി ഞാൻ വേറൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോ റെക്കോർഡായില്ല, ഓണാണെന്നാണ് ഞാൻ വിചാരിച്ചത്. സോറി. ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച ചോക്ലേറ്റിൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ ഗ്രേറ്റർ വെച്ചിട്ട് സൈഡിൽ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് തെറിപ്പിച്ച് കൊടുത്തതാണ് ഈ കാണുന്ന ചോക്ലേറ്റ്. ബ്ലാക്ക് ഫോറസ്റ്റ് അല്ലേ, അപ്പോൾ കാർഡ് വേണ്ടേ, അപ്പോൾ ആ കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് കേട്ടോ. അത് നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മളൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൽ ഇതുപോലെ മഞ്ഞു കട്ടാന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഹെഡിങ് കൊടുത്തുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ആ ഡിസൈൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഡിസൈനാട്ടോ. അത് കണ്ടു നോക്കിയാൽ മതിയേ. അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമ്മളെ പതിവ് പരിപാടി ഓവറാക്കി കൊളാക്കലാണല്ലോ. അങ്ങനെ കുറച്ച് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്, ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കയ്യിൽ എന്തൊക്കെ കിട്ടുന്നോ അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഈ കേക്ക് ചെയ്ത് ഐസിങ് ചെയ്യാൻ വെച്ചപ്പോൾ തൊട്ട് എൻ്റെ മോന് പെട്ടെന്നൊരു പനി, സ്വിച്ചിട്ട പോലെ പനി പിടിച്ചു. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ അവൻ്റെ അടുത്ത് വരുന്നുണ്ട്, കുറേ കാര്യങ്ങൾ വേറെ ചെയ്യുന്നുണ്ട്, മോള് കരയുന്നുണ്ട്, ഹോസ്പിറ്റലിൽ പോയി വരുന്നുണ്ട്. അതിനിടയ്ക്കൊക്കെയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് അത്രത്തോളം വിശദമായത്. അതിൻ്റെ ഒരു പോരായ്മ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും, സോറി. നമുക്ക് എന്തായാലും ഒരു വീഡിയോ കൂടെ നന്നായിട്ട് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് പന്തലായനി BRC എന്നാണ് പേര് വെക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോണ്ടൻറ്റിലാണ് എഴുതുന്നത്. ഫോണ്ടൻറ്റിൻ്റെ വീഡിയോസ് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ഉറപ്പായിട്ടും ചെയ്യാൻ ലേറ്റ് ആവുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഫോണ്ടൻറ്റിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ എൻ്റെ അത്യാവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. എന്ന് വെച്ച് 3D എഫക്റ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറൊക്കെ ഉണ്ട് കേട്ടോ, ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടാക്കാറുണ്ട്.
കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ഞാൻ ചെയ്യുന്ന രീതി ശരിയാണോ എന്ന് ചോദിച്ചാൽ അതാണ് എനിക്കറിയാത്തത്. ഞാൻ ചെയ്യുന്നത് എന്താണോ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇത് ഇങ്ങനെയല്ലല്ലോ എന്ന് ചോദിച്ചിട്ട് ആരും വരരുത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പേരെഴുതിയിട്ട് കുറച്ച് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസൊക്കെ ഉണ്ടാക്കി BRC എന്നൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ടോപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്, ഹാപ്പി ന്യൂ ഇയറിൻ്റെ കുറച്ച് ഫ്ലവേഴ്സും. ഇതാണ് ഫൈനൽ ലുക്ക്. വീഡിയോയിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കിട്ടോ, ഞാൻ റിപ്ലൈ ചെയ്യാം.